തൃശൂരിലെ തോൽവിയിൽ യു.ഡി.എഫിന് പിന്നാലെ എൽ.ഡി.എഫിലും കലഹം. മേയർ സ്ഥാനത്ത് നിന്ന് എം.കെ. വർഗീസിനെ നീക്കണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് ഇപ്പോൾ സി.പി.ഐ. മേയർക്ക് സുരേഷ് ഗോപിയുമായുള്ള ബന്ധത്തിൽ സി.പി.ഐക്ക് കടുത്ത അതൃപ്തിയാണുള്ളത്. എന്നാൽ തന്നെ മേയറാക്കിയത് സി.പി.എം ആണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നിൽ വലിയ വിശ്വാസമാണെന്നുമാണ് മേയർ എം.കെ. വർഗീസ് പറഞ്ഞത്. ഇത്ര വലിയ മനുഷ്യനാണെന്നല്ല ഞാൻ ഇപ്പോഴേ മനസ്സിലാക്കി. 72,000 വോട്ടിന് അദ്ദേഹം ജനിച്ചത് അത്ര കഴിവുള്ള ഒരാളാണെന്ന് എനിക്കിപ്പോൾ അറിയില്ല. പക്ഷേ ഈ വിഷയത്തെക്കുറിച്ച് വാസ്തവത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇന്നലെ തിരുവനന്തപുരത്തായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് കാലത്ത് ഇവിടെ വന്നപ്പോൾ പത്രത്തിലാണ് ഞാൻ ഇത് അറിഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, കാരണം ഞാനും അതുപോലെ തന്നെ സുനിൽകുമാറും അതുപോലെ തന്നെ മന്ത്രിമാരായിട്ടും രാജനൊക്കെ ആയിട്ടും വലിയ നല്ല ബന്ധമുള്ള ആളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ അദ്ദേഹം എന്നെ അത് പറയാനുള്ള സാധ്യത കാണുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ ഖേദകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. പിന്നെ എന്താണ് ഇതിങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ എനിക്ക് വസ്തുതയിൽ പറഞ്ഞാൽ അതിനെക്കുറിച്ച് ധാരണയില്ല, അറിയില്ല. ഞാൻ അങ്ങനെ ഒരു സംഭവം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരമില്ല. കാരണം ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. മേയർ എം.കെ. വർഗീസ് രാജിവെക്കണമെന്നാണ് സി.പി.ഐ പറയുന്നത്. പക്ഷേ സി.പി.എം ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടില്ല. ഡാനി ഇപ്പോൾ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, അങ്ങനെ എളുപ്പമല്ലല്ലോ എം.കെ. വർഗീസിനെ മേയർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നത്. അദ്ദേഹം സ്വതന്ത്രനായിട്ട് വന്നയാളാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പിന്തുണയിലാണല്ലോ ഇപ്പോൾ എൽ.ഡി.എഫിന് കോർപ്പറേഷൻ ഭരിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അതിനെപ്പറ്റിയുള്ള ആലോചന എന്തായാലും ഉണ്ടാവുകയില്ലല്ലോ. മഞ്ജുഷ, ആ ഒരു ഇക്വേഷൻ തന്നെയാണ് എം.കെ. വർഗീസിന് നിലനിന്ന് പോകാനായിട്ട് സാധ്യമാവുന്നത് എന്ന് തന്നെയാണ്. കാരണം അത് ആ ഒരു സമവാക്യം തെറ്റിയാൽ അവിടെയുള്ള നിലവിലെ സംവിധാനങ്ങൾ, കോർപ്പറേഷൻ ഭരണ സംവിധാനങ്ങൾ മാറി മറ്റൊരു രീതിയിലേക്കാവും. അത് ഏറ്റവും നന്നായി അറിയാവുന്നതും മേയർ എം.കെ. വർഗീസിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തൻ്റെ പ്രസ്താവനകൾ ഈ രീതിയിലേക്ക് വരികയും ചെയ്യുന്നത്. നേരത്തെ സി.പി.ഐയുടെ വലിയൊരു പരാതി എന്ന് പറയുന്നത് നേരത്തെയും സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് അദ്ദേഹത്തിന് ചില പരാമർശങ്ങളുണ്ടായിരുന്നു, വാക്കുകളുണ്ടായിരുന്നു. അത് തെരഞ്ഞെടുപ്പിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയെന്നെല്ലാമാണ് സി.പി.ഐ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു നിലപാടിനോടുള്ള തങ്ങളുടെ അനിഷ്ടം സി.പി.ഐ പ്രകടമാക്കുകയും ചെയ്തിരിക്കുന്നത്. അത് കൃത്യമായി അവർ അത് പറയുകയും ചെയ്തു. ഇപ്പോൾ അത് ഒന്നുകൂടി മാറിയിരിക്കുന്നതാണ് ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പടി കൂടി കടന്നിരിക്കുന്നു. അവരുടെ ഇതിൽ സി.പി.ഐ ജില്ലാ സെക്രട്ടറി കെ വത്സരാജ്, സി.പി.എം ജില്ലാ സെക്രട്ടറി എം.എം വർഗീസിനെ ഇക്കാര്യങ്ങൾ നേരിട്ട് കണ്ട് സംസാരിച്ചു എന്നാണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. തങ്ങൾക്ക് ഈ രീതിയിൽ മേയറോട് ചില കാര്യങ്ങളിൽ യോജിക്കാൻ കഴിയാത്ത ഇടങ്ങളുണ്ട്. അത് പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുമായുള്ള ഒരു അടുത്ത ബന്ധം അദ്ദേഹം പുലർത്തുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം, വിജയത്തിന് ശേഷം അവിടെ ഒരു ഹോട്ടലിൽ ഇവരും കണ്ടുമുട്ടി എന്നതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത്തരം കണ്ടുമുട്ടലുകളെല്ലാം യാദൃശ്ചികം മാത്രമായിരുന്നു എന്ന് മേയർ വിശദീകരിക്കുന്നു. എന്നാൽ അതത്ര യാദൃശ്ചികമല്ല എന്ന നിലപാടിലാണ് സി.പി.ഐ ചെന്നെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ ഈ നിലപാട് സി.പി.എം ജില്ലാ സെക്രട്ടറി എം.എം വർഗീസിനെ കണ്ട് നേരിട്ട് അവർ ധരിപ്പിച്ചതെന്ന് അറിയാൻ കഴിയുന്നു. എം.എം വർഗീസ് ഈ കാര്യങ്ങൾ മേയർ എം.കെ. വർഗീസുമായി ഫോണിൽ എന്താണ് സംഭവിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. എങ്കിലും തുടക്കത്തിൽ മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ ഈ ഇക്വേഷൻ അത് മാറിയാൽ അവിടെ ഭരണമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും മേയറെ അങ്ങനെ തൊടുവാനായിട്ട് എൽ.ഡി.എഫിന് കഴിയുകയില്ല. അദ്ദേഹത്തിന്റെ പിന്തുണയിലാണ് കോർപ്പറേഷൻ എൽ.ഡി.എഫിന് ഭരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.